ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മലബാർക്കാരുടെ ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള പാൽ പിഴിഞ്ഞതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നോമ്പ് തുറന്നതിന് ശേഷം അതുപോലെ അത്താഴത്തിനും പെരുന്നാളിനൊക്കെ കേട്ടോ നമ്മളിവിടെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ തന്നെ മൈസൂർ പഴത്തിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് മൈസൂർ പഴമാണ് കേട്ടോ. അതായത് പാളക്കോടൻ പഴം, നമ്മളിവിടെ ഇതിന് മൈസൂർ പഴം എന്നാണ് കേട്ടോ പറയുക. അത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഗ്ലാസ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു 6 മൈസൂർ പഴം കേട്ടോ ഞാൻ എടുക്കുന്നത്. അതായത് ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ ചെറുപായമായിട്ടുള്ള പാളക്കോടൻ പഴം തന്നെ എടുക്കണം കേട്ടോ, മൈസൂർ പഴം തന്നെ എടുക്കണം. എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം അതേപോലെ റോബസ്റ്റ് ഒന്നും വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഈ ഒരു പഴം വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുമല്ലേ. ഇപ്പോൾ ഇതായാലും ഞാൻ ഇതുപോലെ ഇതിലേക്ക് കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ നുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് മിക്സിയിൽ ജാറിലിട്ടിട്ട് അങ്ങനെ അടിച്ചെടുക്കുക എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫോർക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഉടച്ചെടുത്താലും മതി കേട്ടോ. നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണേ. ഒരിക്കലും മിക്സിയിൽ അടിച്ചെടുക്കരുത് കേട്ടോ. അത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റേ കിട്ടൂല. അപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കടിക്കാൻ പറ്റുന്ന രീതിയിൽ ആവണം. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നത് കേട്ടോ. മിക്സിയിൽ അടിച്ചാൽ പറ്റങ്ങ് അടിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ആക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ. കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഏത് രീതിയിൽ നമുക്ക് ഇതാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര വേണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ശർക്കര ഒരു 1/4 കപ്പോളം വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു പൊടിയും മണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടില്ല കേട്ടോ. അത് ഇതുപോലെ കുറച്ച് തിക്കാക്കി എടുക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ലൂസാക്കി എടുത്താൽ വല്ലാണ്ടങ്ങ് ലൂസായി പോകും നമ്മുടെ ഈ ഒരു പാൽ പിഴിഞ്ഞതും. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല പോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ 1-2 പിഞ്ച് ഉപ്പും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ശർക്കര നമുക്ക് ഇതുപോലെ മെൽറ്റാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം എന്നൊട്ടും നിർബന്ധമില്ല കേട്ടോ. ചുരണ്ടിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഇതുപോലെ മെൽറ്റായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് ആ ചൂടോട് കൂടി ഒരിക്കലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2.5 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് നേരത്തെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. ഏത് രീതിയിലായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചെറിയ ഉള്ളിയുടെ ടേസ്റ്റും പിന്നെ ആ ശർക്കരയുടെയും ആ തേങ്ങാപ്പാലിൻ്റെയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ ഒരു പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റും കൂടെ വരുമ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാനും അതുപോലെ തന്നെ അത്താഴത്തിനൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ പൊതുവായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് ഈ ഒരു പാൽ പിഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കൂടെയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ടങ്ങ് ഒഴിച്ച് നോക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ നൈസായി ഒന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പിഴിഞ്ഞത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സൈഡിലൊക്കെ പൊതുവായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.